സമയമായപ്പോൾ രേഷ്മ അങ്ങ് പിടിയിലായി. 1 തൊട്ട് 6 വരെ കല്യാണം അടിപൊളിയായിട്ട് കഴിച്ചു, നല്ല രീതിയിൽ അവർ തമ്മിൽ ജീവിക്കുകയും ചെയ്തു. പക്ഷേ അതിനുശേഷം 7ാമത്തെ വിവാഹ സമയത്താണ് തട്ടിപ്പാണെന്ന് മനസ്സിലാക്കിയ ആളുകൾ കേസ് കൊടുക്കുകയും ഈ പറയുന്ന രേഷ്മ എന്ന് പറയുന്ന ഭൂലോക ഉഡായിപ്പിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇവിടെ കൂടുതൽ പേര് ഞാൻ വിളിക്കുന്നില്ല, കാരണം ഇങ്ങനെ നടക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇവിടെ ഞാൻ കൂടുതൽ വിളിക്കാത്തതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ വീഡിയോ ഒരുപാട് പേര് കാണുന്ന, മുതിർന്നവരല്ലാത്തവരും കുട്ടികളും ഒക്കെ കാണുന്ന. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് പദപ്രയോഗങ്ങൾ, തെറിപ്രയോഗങ്ങൾ ഞാൻ ഒഴിവാക്കുകയാണ്. അതുകൊണ്ട് ഈ പതിവ്രതയെ ഞാൻ ഒന്നും വിളിക്കുന്നില്ല. അതിലെല്ലാം ബാക്കിയുള്ള പറയുന്ന കാര്യങ്ങളിലെല്ലാം അത് ഉൾപ്പെടും, ഞാൻ അധികം വിളിച്ചില്ലെങ്കിലും. അപ്പോൾ ഈ തന്തയില്ലായ്മ കാണിച്ച് അത് 6ാമത്തെ കല്യാണവും കഴിഞ്ഞിട്ട് 7ാമത്തെ ഒരു വിവാഹം കഴിക്കാൻ പോയി. അപ്പോൾ ഈ ബാക്കിയുള്ള 5 പേര് അല്ല 6 പേര് മണ്ടന്മാരാണോ എന്ന് ഞാൻ ഈ ആലോചിക്കുന്നത്. കാരണം ഒരു പെണ്ണിനെ മനസ്സിലാക്കാൻ സാധിക്കില്ല എന്നുള്ളത് ആണുങ്ങളുടെ ഒരു കഴിവുകേട് തന്നെയാണ്, അല്ലെങ്കിൽ ഒരു കുറവ് തന്നെയാണ്. പക്ഷേ കല്യാണം കഴിച്ചൊരു പെണ്ണിനെ അവളുടെ പെരുമാറ്റം കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ അത് മനസ്സിലാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഇവളുടെ ഒരു കഴിവും